സ്റ്റുഡൻസ് VS നോട്ടിൻ്റെ +1 അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കൊമേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു മാത്തമാറ്റിക്സ് ആണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാവും. പക്ഷേ മാത്തമാറ്റിക്സ് ആണ് എങ്കിലും അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ള പോർഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കാനും പെർസെൻറ്റേജ് കാണാനുമൊക്കെയുള്ള തരത്തിലുള്ള കണക്കുകളെ ഇതിനകത്ത് +2 ലെവലിൽ പഠിക്കാനുള്ളൂ. അതിന് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും, മാത്സ് ആണ് എന്നുള്ള ചിന്താഗതിയൊന്നും ആരും വയ്ക്കേണ്ട. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സും നിങ്ങൾക്ക് ഈ +1-ൽ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്ററിൽ ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ 3 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരുന്നാൽ, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് അക്കൗണ്ടൻസി വിഷയത്തിനോട് തന്നെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അങ്ങനെ നമുക്ക് അത് നല്ല മാർക്ക് വാങ്ങാനും സഹായിക്കും. നമുക്ക് +1-ൽ 10 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 60 മാർക്കിനുള്ള ഒരു പരീക്ഷയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇതിനുള്ളത്. പ്രാക്ടിക്കൽ അടുത്ത വർഷമേ നമുക്കുള്ളൂ. ഈ +1-ൽ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമേ നമുക്ക് ഒരു ഇൻട്രഡക്ഷനാണ്, ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. Accounting is basically related with recording of business transactions and ascertaining the financial performance of a business. Accounting എന്നുള്ള ആ വാക്ക് തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബിസിനസ്സാണ്, ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായിട്ടാണ് ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കൗഡില്യൻ എന്ന നമ്മുടെ ചന്ദ്രഗുപ്ത രാജാവിൻ്റെ രാജ്യത്തിലെ മിനിസ്റ്ററായിരുന്ന കൗഡില്യൻ, അതായത് ചാണക്യൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിരുന്നു, അർത്ഥശാസ്ത്ര. അന്നത്തെ കാലത്ത് ഈ ബുക്കിനകത്ത് അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാലം തൊട്ടേ അക്കൗണ്ടിങ് നിലവിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചരിത്രം. ഇൻ ഇന്ത്യ, Kaudilya wrote a book named Arthashastra, described how accounting records had to be maintained. ഈ അർത്ഥശാസ്ത്ര എന്നുള്ള ബുക്കിൻ്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്കത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആൻഷ്യൻ പീരിയഡിലെയാണ്. പക്ഷേ ഇന്ന് കാണുന്ന ഈ മോഡേൺ ഡേയ്സിലുള്ള അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കണ്ടുപിടിച്ചതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന, അതായത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഒക്കെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ ആൾ ലൂക്ക പാഷ്യോളി എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. ഇത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതെന്താണ് അദ്ദേഹം നോക്കാം നമുക്ക്. ലൂക്ക പാഷ്യോളി, ആൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ, wrote the book Review of Arithmetic and Geometric Proportions in 1494, which contained knowledge of business and bookkeeping. He is rightly called as the father of accounting.
ഇപ്പോൾ ലൂക്ക പാഷ്യോളി 1494 എഴുതിയ ഒരു ബുക്കിൽ റിവ്യൂ ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രൊപ്പോർഷൻസ് എന്ന ബുക്കിൽ ബിസിനസ്സിൻ്റെ കുറിച്ചും ബിസിനസ്സിൽ എങ്ങനെയാണ് ബുക്ക് കീപ്പിംഗ് നടത്തേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദറായിട്ട് കരുതപ്പെടുന്നതെന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പരീക്ഷയ്ക്കായിട്ട് പഠിക്കാനുള്ളത് ഹൂ ഈസ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്, ആരാണ്? ലൂക്ക പാഷ്യോളി. അദ്ദേഹം ആരായിരുന്നു? ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് അക്കൗണ്ടിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. Accounting is the process of identifying, measuring, recording the business transactions and communicating thereof the required informations to the interested users. Accounting is the language of business. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഇതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ്. ഈ 3 കാര്യങ്ങൾ നടന്നാൽ ട്രാൻസാക്ഷൻസ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് മോണിറ്ററി ടേംസ്, പിന്നെ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്, അതായത് ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ബിസിനസ്സിൻ്റെ ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ ബിസിനസ്സിൻ്റെ ഓണർമാർക്ക് താല്പര്യമുണ്ട്, എംപ്ലോയീസിന് താല്പര്യമുണ്ട്, ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്. അതാണ് ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, റെക്കോർഡ് ചെയ്ത്, അതിൻ്റെ റിസൾട്ട് കണ്ടെത്തി അതിനെ ആവശ്യക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. എന്തുകൊണ്ടാണ്? ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അറിയിക്കുന്നതിനുള്ള ഒരു മീഡിയമായിട്ടാണ് അക്കൗണ്ടിങ്ങിനെ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പ്രത്യേകം നിർവചനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അക്കൗണ്ടിങ് നിർവചനം തന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് അക്കൗണ്ടൻറ്റുമാരുടെ ഒരു സംഘടന. അവർ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ, അതായത് നിർവചനം, മീനിങ്ങും ഡെഫിനിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതെന്താണെന്ന് നോക്കാം. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transaction and events which are in part at least of a financial character and interpreting the result thereof. ഒരു നീണ്ട ഡെഫിനിഷനാണല്ലേ. നമുക്കതിനെ മുറിച്ചൊന്ന് നോക്കാം. ജസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന, അതായത് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ആ പ്രോസസ്സിനെ എല്ലാത്തിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിർവചനമാണ്. ഒന്നാമത്തത്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. എന്താണ്? റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എഴുതി സൂക്ഷിക്കുന്ന ഒരു കലയാണ്. പിന്നെ എന്ത് ചെയ്യും? എഴുതി സൂക്ഷിക്കുന്ന മാത്രമല്ല, അതിനെ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ തരംതിരിക്കുന്നു. ആൻഡ് സമ്മറൈസിങ്, അതിൻ്റെ ഒരു ചുരുക്കം ഉണ്ടാക്കുന്നു. അതായത് അതിൽ നിന്ന് അതിനെ ഒന്ന് സംഗ്രഹിച്ചെടുക്കുന്നു. ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ, ഒരു പ്രധാനപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ അതിനെ സംഗ്രഹിച്ചെടുക്കുന്നു. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാണ് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്? പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് which are in part at least of a financial character. ബിസിനസ്സിൻ്റെ ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ സംഭവങ്ങൾ, പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. എന്താണ്? ഫൈനാൻഷ്യലി എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം. പണപരമായി അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷനുകൾ എഴുതി റെക്കോർഡ് ചെയ്ത് അവയെ ക്ലാസിഫൈ ചെയ്ത് അവയെ സമ്മറൈസ് ചെയ്ത് അവയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതായത് അവയെ വിശകലനം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന്
പറയുന്നത്. ഇതെല്ലാം ചെയ്യണം. റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, റിസൾട്ട് കണ്ടെത്തണം, അതിനെ അനലൈസ് ചെയ്യണം, എന്നിട്ട് ഈ വിവരങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്നാണ് AICPA നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ആദ്യം കാണുമ്പോഴേ ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. അപ്പോൾ എന്നാലും പേടിക്കേണ്ട, അത് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക. ഇനി ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനകത്ത് എന്തെല്ലാം ഫങ്ഷനുകളാണ് വരുന്നതെന്ന് നോക്കാം. അതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡെഫിനിഷൻ ഒന്നും കൂടെ വായിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാനായിട്ട് പറ്റും. ആദ്യമേ എന്താ ചെയ്യേണ്ടത് അക്കൗണ്ടിങ്ങിനകത്ത്? റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ റെഫറിങ് സോഴ്സ് ഡോക്യുമെൻറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കി ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുക. സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ പല തെളിവുകൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവും, ബില്ലുകൾ, വൗച്ചറുകൾ ഒക്കെ. അത് നോക്കി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ. രണ്ടാമത് പ്രിപ്പയറിംഗ് ജേണൽ ഓർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. നമ്മൾ ആ ഡെഫിനിഷനകത്ത് പഠിച്ചില്ലേ, ക്ലാസിഫയിങ്. അതായത് ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷനുകൾ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരേ ഡേറ്റിലുള്ളത് എഴുതി വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ ജേണൽ, പ്രിപ്പയറിംഗ് ജേണൽ ഓർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഓർ പ്രിപ്പയറിംഗ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു ഫങ്ഷനാണ്. അടുത്തത് സമ്മറൈസിങ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സംഗ്രഹിച്ചെഴുതുന്നതാണ്. അടുത്തത് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇങ്ങനെ എഴുതിയതിൽ നിന്ന് നമ്മളൊരു കണ്ടെത്തൽ നടത്തുകയാണ്, ഒരു വിശകലനം ചെയ്ത് നമ്മൾ അതിനെ പ്രോഫിറ്റാണോ ലോസാണോ അല്ലെങ്കിൽ എന്താണ് അത് സാമ്പത്തിക അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം എഴുതി വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളത് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. ഇതേ കാര്യങ്ങളാണ് ആ ഡെഫിനിഷനകത്തും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് വായിച്ചിട്ട് ഒന്നും കൂടെ ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് അത് കാണാപ്പാഠം പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് എഴുതി വയ്ക്കുക. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് എല്ലാവരും കണ്ടിരുന്നല്ലോ. അതിനകത്തുള്ള അസൈൻമെൻറ്റ് എന്തായിരുന്നു? ഡിഫൈൻ അക്കൗണ്ടിങ്, പിന്നെ എന്തായിരുന്നു? പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എഴുതാൻ. പ്രോസസ് മീൻസ് ഫങ്ഷൻ. അപ്പോൾ ഈ നോട്ട്സ് എല്ലാവരും ബുക്കിൽ എഴുതി വയ്ക്കുക. പിന്നെ അതുകൂടാതെ ആ വിക്ടേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന അസൈൻമെൻറ്റിന് മറ്റൊരു ബുക്ക് എടുത്ത് വയ്ക്കുക. ആ ബുക്കിൽ അസൈൻമെൻറ്റുകൾ മാത്രമായിട്ട് എഴുതുക. ഈ നോട്ടിൽ നിന്ന് നോക്കി അസൈൻമെൻറ്റ് അങ്ങ് എഴുതിയാൽ മതി. ഡെഫിനിഷനും ഉണ്ട്, ഫങ്ഷനും ഉണ്ട്. അതാണ് അസൈൻമെൻറ്റ്. അത് കൂടാതെ ഒരു നോട്ട് ബുക്കിൽ നോട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ 2 ബുക്ക് നമ്മളിപ്പോൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.